പ്രിയമുള്ളവരെ, എല്ലാവർക്കും ബെറ്റൂസ് ടോക്സിലേക്ക് സ്വാഗതം. ലോഗോസ് ക്വിസ് 2026 പഠനഭാഗമായ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 10 25ഓളം ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവരും ഇത് നന്നായി കേട്ട് പഠിക്കുന്നതോടൊപ്പം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരിട്ട് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെയല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവരെ യേശു വിശേഷിപ്പിക്കുന്നത് ആരായിട്ടാണ്? ഓപ്ഷൻസ്: എ കൂലിക്കാരൻ, ബി കള്ളനും കവർച്ചക്കാരനും, സി കവർച്ചക്കാരൻ. ഉത്തരം ബി കള്ളനും കവർച്ചക്കാരനും. രണ്ടാമത്തെ ചോദ്യം: ഇടയന് വാതിൽ തുറന്നു കൊടുക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ കാവൽക്കാരൻ, ബി ആടുകൾ, സി കൂലിക്കാരൻ. ഉത്തരം എ കാവൽക്കാരൻ. മൂന്നാമത്തെ ചോദ്യം: ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. അധ്യായം, വാക്യം എഴുതുക. ഓപ്ഷൻസ്: എ യോഹന്നാൻ 9:29, ബി യോഹന്നാൻ 10:4, സി യോഹന്നാൻ 10:11. ഉത്തരം സി യോഹന്നാൻ 10:11. നാലാമത്തെ ചോദ്യം: ഈ വാക്കുകൾ പിശാച് ബാധിതൻ്റേതല്ല. പിശാചിന് അന്ധരുടെ കണ്ണുകൾ തുറക്കാൻ കഴിയുമോ? ഇത് ആരാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ യഹൂദർ, ബി മറ്റുള്ളവർ, സി ജനങ്ങൾ. ഉത്തരം ബി മറ്റുള്ളവർ. അഞ്ചാമത്തെ ചോദ്യം: തിരിച്ചെടുക്കുന്നതിനു വേണ്ടി ഞാൻ ഡാഷ് അർപ്പിക്കുന്നതിനാൽ ഡാഷ് എന്നെ സ്നേഹിക്കുന്നു. പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ എന്നെ തന്നെ പിതാവ്, ബി ബലി ജനങ്ങൾ, സി ജീവൻ പിതാവ്. ഉത്തരം സി ജീവൻ പിതാവ്. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആറാമത്തെ ചോദ്യം: യഹൂദർ യേശുവിനെ എറിയാൻ കല്ലുകൾ എടുത്തത് യേശു എന്തു പറഞ്ഞപ്പോഴാണ്? ഓപ്ഷൻസ്: എ ഞാനും പിതാവും ഒന്നാണ്, ബി ഞാൻ നല്ല ഇടയനാണ്, സി എൻ്റെ പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു. ഉത്തരം എ ഞാനും പിതാവും ഒന്നാണ്. ഏഴാമത്തെ ചോദ്യം: യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് എത്ര തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഓപ്ഷൻസ്: എ 3, ബി 2, സി 1. ഉത്തരം ബി 2. എട്ടാമത്തെ ചോദ്യം: യോഹന്നാൻ 10-ാം അധ്യായത്തിലെ 3-ാമത്തെ തലക്കെട്ട് എന്ത്? ഓപ്ഷൻസ്: എ യേശു ദൈവപുത്രൻ, ബി ആത്മീയ അന്ധത, സി നല്ല ഇടയൻ. ഉത്തരം എ യേശു ദൈവപുത്രൻ. ഒൻപതാമത്തെ ചോദ്യം: യഹൂദർ യേശുവിനെ എറിയാൻ കല്ലുകൾ എടുത്തതിൻ്റെ കാരണമായി യോഹന്നാൻ 10:33 പ്രകാരം പറഞ്ഞിരിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: എ യേശു ദൈവപുത്രനായതിനാൽ, ബി അടയാളങ്ങൾ പ്രവർത്തിച്ചതിനാൽ, സി ദൈവദൂഷണം മൂലം. ഉത്തരം സി ദൈവദൂഷണം മൂലം. പത്താമത്തെ ചോദ്യം: യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്നത് എവിടെ? ഓപ്ഷൻസ്: എ ജോർദാൻ്റെ മറുകരയിൽ, ബി ജോർദാൻ നദിയിൽ, സി യൂദയായിൽ. ഉത്തരം എ ജോർദാൻ്റെ മറുകരയിൽ. 11ാമത്തെ ചോദ്യം: പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇവയിൽ ഏത് നിമിത്തമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? ഇത് ആരോട് ചോദിച്ചു? ഓപ്ഷൻസ്: എ യേശു യഹൂദരോട്, ബി യേശു ജനക്കൂട്ടത്തോട്, സി യേശു ഫരിസേയരോട്. ഉത്തരം എ യേശു യഹൂദരോട്. 12ാമത്തെ ചോദ്യം: എവിടെ നിന്നാണ് യേശു ജോർദാൻ്റെ മറുകരയിലേക്ക് പോയത്? ഓപ്ഷൻസ്: എ യൂദയായിൽ നിന്ന്, ബി ജെറുസലേമിൽ നിന്ന്, സി പട്ടണത്തിൽ നിന്ന്. ഉത്തരം ബി ജെറുസലേമിൽ നിന്ന്. 13ാമത്തെ ചോദ്യം: ജെറുസലേമിൽ ഡാഷ് തിരുനാളായിരുന്നു, അത് ഡാഷ് ആയിരുന്നു. പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ പ്രതിഷ്ഠയുടെ ശീതകാലം, ബി പെസഹായുടെ ശീതകാലം, സി കടന്നുപോകലിൻ്റെ വസന്തകാലം. ഉത്തരം എ പ്രതിഷ്ഠയുടെ ശീതകാലം. ജെറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാളായിരുന്നു, അത് ശീതകാലമായിരുന്നു. 14ാമത്തെ ചോദ്യം: യേശു ദേവാലയത്തിൽ എവിടെയായിരിക്കുമ്പോഴാണ് യഹൂദർ ചുറ്റും കൂടിയത്? ഓപ്ഷൻസ്: എ ജനങ്ങളുടെ ഇടയിൽ, ബി ദേവാലയ കവാടത്തിൽ, സി സോളമൻ്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ. ഉത്തരം സി സോളമൻ്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ. 15ാമത്തെ ചോദ്യം: എന്തിനെക്കുറിച്ച് വ്യക്തമായി പറയാനാണ് യഹൂദർ യേശുവിനോട് ആവശ്യപ്പെടുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 24-ാം വാക്യപ്രകാരം. ഓപ്ഷൻസ്: എ നീ ആരാണ്, ബി നീ ക്രിസ്തുവാണോ, സി നീ നല്ല ഇടയൻ. ഉത്തരം ബി നീ ക്രിസ്തുവാണോ. 16ാമത്തെ ചോദ്യം: യേശു പിതാവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ യേശുവിന് ഡാഷ് നൽകുന്നു. പൂരിപ്പിക്കുക.
ഓപ്ഷൻസ് എ സാക്ഷ്യം, ബി വലിയവനെന്ന്, സി നിത്യജീവൻ. ഉത്തരം എ സാക്ഷ്യം. 17-ാമത്തെ ചോദ്യം. യേശുവിൻ്റെ സ്വരം ശ്രവിക്കുന്ന ആടുകൾക്ക് അവിടുന്ന് നൽകുന്നത് എന്താണ്? ഓപ്ഷൻസ് എ ജീവൻ, ബി സംരക്ഷണം, സി നിത്യജീവൻ. ഉത്തരം സി നിത്യജീവൻ. 18-ാമത്തെ ചോദ്യം. യോഹന്നാൻ 10:16 സമാനമായ പഴയ നിയമ ഭാഗം ഏത്? ഓപ്ഷൻസ് എ യേശയ്യ 56:8, ബി ലേവ്യർ 24:16, സി സങ്കീർത്തനം 82:6. ഉത്തരം എ യേശയ്യ 56:8. 19-ാമത്തെ ചോദ്യം. യോഹന്നാൻ 10:9 സമാനമായ സങ്കീർത്തന ഭാഗം ഏത്? ഓപ്ഷൻസ് എ സങ്കീർത്തനം 23:1, ബി സങ്കീർത്തനം 118:20, സി സങ്കീർത്തനം 44:10. ഉത്തരം ബി സങ്കീർത്തനം 118:20. 20-ാമത്തെ ചോദ്യം. നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എവിടെ? ഓപ്ഷൻസ് എ നിയമത്തിൽ, ബി വിശുദ്ധ ലിഖിതത്തിൽ, സി പ്രവാചക ഗ്രന്ഥത്തിൽ. ഉത്തരം എ നിയമത്തിൽ. 21-ാമത്തെ ചോദ്യം. യോഹന്നാൻ 10:35 പ്രകാരം ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ അവൻ എന്താണ് വിളിച്ചത്? ഓപ്ഷൻസ് എ ദൈവപുത്രൻ, ബി ദൈവങ്ങൾ, സി മനുഷ്യപുത്രൻ. ഉത്തരം ബി ദൈവങ്ങൾ. 22-ാമത്തെ ചോദ്യം. വളരെ പേർ യേശുവിൽ വിശ്വസിച്ചത് എവിടെ വെച്ചാണ്? ഓപ്ഷൻസ് എ ജെറുസലേമിൽ വെച്ച്, ബി സമരിയായിൽ വെച്ച്, സി ജോർദാൻ്റെ മറുകരയിൽ വെച്ച്. ഉത്തരം സി ജോർദാൻ്റെ മറുകരയിൽ വെച്ച്. 23-ാമത്തെ ചോദ്യം. നല്ല ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധത്തെ യേശു താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് എന്തുമായാണ്? ഓപ്ഷൻസ് എ യേശുവും പിതാവുമായുള്ള ബന്ധം, ബി യേശുവും ശിഷ്യരുമായുള്ള ബന്ധം, സി മനുഷ്യരും ദൈവവുമായുള്ള ബന്ധം. ഉത്തരം എ യേശുവും പിതാവുമായുള്ള ബന്ധം. 24-ാമത്തെ ചോദ്യം. യോഹന്നാൻ 10-ാം അധ്യായത്തിൽ എത്ര തലക്കെട്ടുകളും വാക്യങ്ങളും ഉണ്ട്? ഓപ്ഷൻസ് എ 4 തലക്കെട്ടുകളും 40 വാക്യങ്ങളും, ബി 3 തലക്കെട്ടുകളും 42 വാക്യങ്ങളും, സി 3 തലക്കെട്ടുകളും 41 വാക്യങ്ങളും. ഉത്തരം ബി 3 തലക്കെട്ടുകളും 42 വാക്യങ്ങളും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 25. യോഹന്നാൻ 10-ാം അധ്യായത്തിൽ യേശു നല്ല ഇടയനാണ് എന്ന് പ്രതിപാദിക്കുന്ന വചനഭാഗങ്ങൾ ഏവ? ഓപ്ഷൻസ് എ യോഹന്നാൻ 10-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, ബി യോഹന്നാൻ 10:12 മുതൽ 21, സി യോഹന്നാൻ 10:22 മുതൽ 39 വരെ. ഉത്തരം എ യോഹന്നാൻ 10 അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ, താങ്ക് യു.